ആ പ്രതലത്തിൽ MSFനെ കേരളത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ മലപ്പുറത്ത്, കാസർകോട്ട്, കണ്ണൂരിൽ, വയനാട്ടിൽ, കോഴിക്കോട്ട് പ്രതിഷ്ഠിച്ചപ്പോൾ നിങ്ങൾ MSFന് കൊടുത്ത പേര്, മലപ്പുറത്ത് തുടങ്ങിയപ്പോൾ നിങ്ങൾ MSFന് വിമർശകരെ നിങ്ങൾ MSFന് കൊടുത്ത പേര് മദ്രസ സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നാണ്. ആ പ്രവർത്തനം മലബാറിൻ്റെ മണ്ണിലേക്ക് പടർന്നപ്പോൾ വിമർശകരെ, വിനാശത്തിൻ്റെ പ്രവാചകന്മാരെ, നിങ്ങൾ ഞങ്ങളെ പരിഹസിച്ചത് മലബാർ സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നാണ്. അത് ഞങ്ങൾ കേരളത്തിൻ്റെ പ്രതലത്തിലേക്ക് ഞങ്ങളതിനെ വ്യാപിപ്പിച്ചപ്പോഴും നിങ്ങൾ ഞങ്ങളെ വിട്ടില്ല. പക്ഷേ MSFനെ അന്വേഷിക്കുമ്പോൾ മലപ്പുറത്തെ മദ്രസയുടെ മുറ്റത്തുള്ള ഓത്തുപള്ളികളിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത് എന്ന് നമ്മൾ അഭിമാനത്തോടെ നമ്മുടെ പൈതൃകത്തെ മറച്ചു വെക്കാതെ പറയുമെങ്കിലും മദ്രസയുടെ ഓത്തുപള്ളിയുടെ മുറ്റത്ത് നിന്ന് നമ്മൾ ആരംഭിച്ച MSFൻ്റെ ആഴ്ന്നിറങ്ങിയ വേരുകൾ പടർന്നു പന്തലിച്ചപ്പോൾ കേരളത്തിൻ്റെ അതിർത്തികൾ ഭേദിച്ച് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും, ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്ററിലും, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലും, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും, ജാമിയ മില്ലിയ സർവകലാശാലയിലും, ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കും നിങ്ങൾക്ക് കടക്കുമ്പോൾ MSFൻ്റെ പാറിപ്പറക്കുന്ന പതാക കാണാതെ ഇന്ത്യയിലെ ദേശീയ സർവകലാശാലകളിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് നമ്മുടെ അഭിമാനമാണ്. എൻ്റെ പ്രിയ സഹോദരൻ സാജു ഇവിടെയുണ്ട്. MSFകാരൻ്റെ ദേശീയ സ്വപ്നങ്ങളുടെ എത്ര മനോഹരമായ മുഹൂർത്തങ്ങൾക്ക് MSFൻ്റെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ സാക്ഷിയാണ്. ഞാൻ സമീപകാലത്ത് കണ്ട MSFൻ്റെ ജാഥകളുടെ, പ്രകടനങ്ങളുടെ, ആവേശങ്ങളുടെ, സ്റ്റുഡൻസ് യൂണിയൻ പിടിച്ചടക്കലിൻ്റെ മനോഹരമായ ചിത്രങ്ങളിൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ചിത്രം ടിസ്സിലെ പ്രകടനമാണ്. സാജൂസ് ടിസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ലോകത്തിന് മുഴുവൻ ഹ്യൂമാനിറ്റീസ് പ്രതിഭകളെ, സോഷ്യൽ വർക്ക് കഴിഞ്ഞ MSWക്കാരെ, ലോകത്തിൻ്റെ ബുദ്ധിപരമായ സംഭാവന കൊടുക്കുന്ന ഇന്ത്യൻ ക്യാമ്പസാണ് ടിസ്, മുംബൈ ടിസ്. മുംബൈ ടിസ്സിലെ കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റുഡൻസ് യൂണിയൻ്റെ പ്രകടനം നടക്കുമ്പോൾ വിദ്യാർത്ഥി യൂണിയൻ്റെ ഹർഷാരവങ്ങളുടെ പ്രകടനത്തിൽ ലോക നേതാക്കന്മാരുടെ ചിത്രങ്ങളുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മനോഹരമായ ഛായാപടങ്ങളുണ്ട്. അതിൽ ഗാന്ധിജിയുണ്ട്, നാച്ചുറൽ. അതിൽ അംബേദ്കർ ഉണ്ട്, ക്വയറ്റ് നാച്ചുറൽ. അതിൽ ചെഗുവേരയുണ്ട്, ഡെഫിനറ്റ്ലി നാച്ചുറൽ. പക്ഷേ അംബേദ്കറും ഗാന്ധിജിയുടെയും ഛായാചിത്രങ്ങൾ മാത്രം കണ്ട മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ വിദ്യാർത്ഥി യൂണിയൻ്റെ ആഘോഷ പ്രകടനങ്ങളിൽ പുതിയൊരു പ്ലക്കാർഡ് പൊന്തി കഴിഞ്ഞ വർഷം. ആ പ്ലക്കാർഡ് അത്തോളിയിലെ ദാരിദ്ര്യത്തിൻ്റെ കുടിലിൽ നിന്ന് ലീഗിൻ്റെ മെമ്പർഷിപ്പ് അരപ്പട്ടയിലുണ്ടെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ആകാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞ വിനാശകാരന്മാരെ മുഴുവൻ തൂക്കി ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തോളം വളർന്ന CH മുഹമ്മദ് കോയ എന്ന മഹാമനുഷ്യൻ്റെ ചിത്രമാണ്. ഡോക്ടർ ബാബ അംബേദ്കറുടെ കമ്മ്യൂണിറ്റിയോട്, ഡോക്ടർ ബാബ അംബേദ്കറുടെ ചിന്തകളോട് ഇന്ത്യൻ ക്യാമ്പസുകൾ സംവദിക്കുമ്പോൾ, ഗാന്ധിജിയുടെ ആശയങ്ങളോട് സെൻട്രൽ സർവകലാശാലകൾ സംവദിക്കുമ്പോൾ MSF പറഞ്ഞത് അംബേദ്കറുടെ സ്വപ്നങ്ങളോട് സംവദിക്കുന്നതിൻ്റെ കൂടെ, ഗാന്ധിജിയുടെ ചിന്തകളോട് സംവദിക്കുന്നതിൻ്റെ കൂടെ CH മുഹമ്മദ് കോയയുടെ ചിന്തകളോടും സംവദിച്ചിട്ടു മാത്രം ഇനി ഇന്ത്യൻ ക്യാമ്പസുകൾ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ ധീരമായ ഒരു തീരുമാനത്തിൻ്റെ കൊടിയാടൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, കാസർകോട്ടിൻ്റെ ഈ മനോഹരമായ പാതയോരത്ത് നിങ്ങൾ നാട്ടിവെച്ചിരിക്കുന്ന പതാക എന്നെൻ്റെ പ്രിയപ്പെട്ട MSFൻ്റെ പ്രവർത്തകർ മനസ്സിലാക്കണം. യൂണിയൻ പിടിക്കൽ പ്രധാനം തന്നെ, കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ്റെ ഭരണസാന്നിധ്യം ഒക്കെ കൈയാളൽ പ്രധാനം തന്നെ. പക്ഷെ MSF ഡിഫൈൻസ് നോട്ട് ജസ്റ്റ് സ്റ്റുഡൻസ് യൂണിയൻ, MSF ഡിഫൈൻസ് യുവർ ലൈഫ് ഇറ്റ് സെൽഫ്. ജീവിതം തന്നെയാണ് MSF നിർവചിക്കുന്നത്. MSFന് രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാട് മാത്രമല്ല, MSFന് ജീവിതത്തിൻ്റെ തന്നെ കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾ MSFലേക്ക് കുട്ടികളെ വിളിക്കുമ്പോൾ ചെയർമാനാകാൻ, ജനറൽ ക്യാപ്റ്ററാകാൻ, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാകാൻ, ഫൈൻ ആർട്സ് സെക്രട്ടറി ആകാൻ, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. MSF എന്താണ്? MSF എന്ന് പറയുന്നത് നന്മ തിന്മയെ തിരിച്ചറിയാനുള്ള തിരിച്ചറിവിൻ്റെ പേരാണ് MSF. MSF എന്താണ്? അവനവൻ്റെ ആത്മബോധത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ആർജവം കാണിക്കണം എന്ന ആശയത്തിൻ്റെ പേരാണ് MSF. എന്താണ് MSF? MSF തൻ്റെ സഹജീവികളുടെ സങ്കടങ്ങളെ തൻ്റെ വിചാരത്തിലേക്കും വികാരത്തിലേക്കും അലിയിച്ചു ചേർത്ത്
ആർദ്രമായി അവനെ ചേർത്തു പിടിക്കുക എന്ന ബോധ്യത്തിൻ്റെ പേരാണ് MSF. MSF എന്താണ്? ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണും മേൽക്കൂരയായി നിൽക്കുന്ന ആകാശവും ദാഹം ശമിപ്പിക്കുന്ന ജലവാഹിനിയും തണലേകുന്ന വൃക്ഷവും നമ്മുടെ ജീവിതത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ് എന്ന ചിന്തയാണ് MSF. MSF എന്താണ്? ഞാൻ എൻ്റെ പ്രൊഫൈൽ ചിത്രത്തിൻ്റെ കമൻറ്റ് നോക്കി, കവർ പേജിൻ്റെ ലൈക്ക് നോക്കി അഭിരമിക്കേണ്ടവനല്ല എന്ന ബോധ്യമാണ് MSF. MSF എന്താണ്? തനിക്ക് തന്നിൽ നിന്ന് തുടങ്ങി തൻ്റെ സഹജീവികളിലേക്ക്, സൂര്യചന്ദ്രാദികളിലേക്ക്, വൃക്ഷലതാദികളിലേക്ക്, പക്ഷിമൃഗാദികളിലേക്ക് പരന്നു പോകേണ്ടുന്ന കർമ്മകാണ്ഡത്തിൻ്റെ പേരാണ് ജീവിതം എന്ന ബോധ്യമാണ് MSF എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ സമഗ്രമായി ജീവിതത്തെ സമീപിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ MSFൻ്റെ പ്രവർത്തകന്മാർക്ക് സാധിക്കുക എന്നുള്ളതാണ്. MSFകാരൻ ആരാണ്? അവൻ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവനായിരിക്കും. ബി പോസിറ്റീവ്. എത്ര വലിയ MBA പഠിച്ചാലും, എത്ര വലിയ സർവകലാശാലയിൽ പഠിച്ചാലും ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ പുണരാൻ സാധിക്കണമെന്നില്ല. പക്ഷേ MSF അതിൻ്റെ കേഡർമാരിലും അതിൻ്റെ പ്രവർത്തകരിലും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം ബി പോസിറ്റീവ് എന്ന സന്ദേശമാണ്. ദ പേഴ്സൺ വിൽ ദ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് തിങ്സ് ഐ കനോട്ട്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ ചിന്തിക്കുക ഐ കനോട്ട്, എനിക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. പക്ഷേ ദ പേഴ്സൺ വിൽ ബി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ദ പേഴ്സൺ വിൽ ബി MSF മെമ്പർഷിപ്പ്, ഹി വിൽ തിങ്ക് ഐ ക്യാൻ, എനിക്ക് സാധിക്കുമെന്ന് സാധിക്കാത്ത സാഹചര്യത്തിലും തീരുമാനമെടുക്കുന്നവൻ്റെ പേരാകണം MSF. ദ പേഴ്സൺ വിത്ത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡ്വെൽസ് ഓൺ പ്രോബ്ലംസ്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോടെ ജീവിക്കുന്നവൻ പ്രശ്നങ്ങളുടെ മേലിൽ അവൻ അടയിരിക്കും. ഡ്വെൽസ് ഓൺ പ്രോബ്ലംസ്, പ്രശ്നങ്ങളുടെ മേലിൽ അടയിരിക്കും. പക്ഷേ MSFൻ്റെ പ്രവർത്തകൻ, ദ പേഴ്സൺ വിത്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, കോൺസെൻട്രേറ്റ് ഓൺ സൊല്യൂഷൻസ്. Concentrate on solutions. Keep away from the problems and concentrate on solutions. The person with the negative attitude finds fault others. Negative attitude ഉള്ള ആളുകൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ കണ്ടെത്തും. But the MSF cadre, the person with the positive attitude, looks for the goodness in others. മറ്റുള്ളവരുടെ നന്മകളെ അവൻ കാണും. The person with the negative attitude, കുഴപ്പത്തോടെ ജീവിക്കുന്നവൻ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോടെ ജീവിക്കുന്നവൻ ഫോക്കസ് ഓൺ വാട്ട് ഈസ് മിസ്സിങ്ങിൽ അവൻ കേന്ദ്രീകരിക്കും. MSF കേഡർ വിൽ ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ ബ്ലെസ്സിങ് ഓഫ് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ നന്മകളിൽ, ജീവിതത്തിൻ്റെ സാധ്യതകളിൽ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കണം. ദ പേഴ്സൺ ഹു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഫോക്കസ് ഓൺ ലിമിറ്റേഷൻസ്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ പരിമിതികളെ ആലോചിച്ച് ജീവിതം തുലക്കുന്നവരാണ്. ദ പേഴ്സൺ ഹു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, MSF കേഡർ ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ പോസിബിലിറ്റീസ്. നമ്മൾ സാധ്യതകൾക്കുമേൽ ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് കോളേജ് യൂണിയനൊക്കെ പ്രധാനം തന്നെ, അതിമേലൊക്കെ സമയം കൊടുക്കേണ്ടത് പ്രധാനം തന്നെ. പക്ഷേ ഒരു MSFൻ്റെ കേഡർ വിശ്വസിക്കേണ്ടത് നമ്മളുടെ വ്യക്തിത്വത്തെ നന്നാക്കാതെ, നമ്മളുടെ ചിന്തകളെ മാറ്റിപ്പണിയാതെ സമൂഹത്തിൻ്റെ ചിന്തകളെ മാറ്റിപ്പണിയാൻ സാധിക്കില്ല. സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ ഈ ഖുർആൻ്റെ ആയത്ത്. 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത ദർശനമെന്ന് പരിഹസിക്കുന്ന SFIയുടെ രാഷ്ട്രീയ യജമാനന്മാർക്കൊരു പോസ്റ്റ് കാർഡ് എഴുതി അയച്ചു കൊടുത്തൊക്കെ MSF, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. 6-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ഹിറയുടെ പ്രകാശധാവല്യത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്തുപിടിച്ച് ജിബ്രീൽ മാലാഖ ചൊല്ലിക്കൊടുത്ത വിശുദ്ധ ഖുർആൻ്റെ വചനം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ചെഗുവേര തോറ്റുപോകും. ഇവിടുത്തെ സകലമാന പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ക്ലാസ്സിലെ ശ്ലോകങ്ങളും തോറ്റുപോകുന്ന തത്വം. Allah will never change the condition of a community or a individual until they change themselves. Allah will never change the condition of a community. Allah will never change the condition of a individual. ഒരു വ്യക്തിയുടെ, ഒരു സമൂഹത്തിൻ്റെ അവസ്ഥയെ അല്ലാഹു മാറ്റൂല. until they change themselves. അവർ സ്വയം അവരുടെ അവസ്ഥയെ മാറ്റുന്നവരെ. You have to take initiative yourself. I wanna take initiative myself. This is from Quran. നമ്മുടെ ദസ്തൂർ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇമോഷണൽ തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത് ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനെ വായിക്കേണ്ടത്
പള്ളിയിലെ ഉസ്താദുമാരും പണ്ഡിതന്മാരും മാത്രമല്ല, നിങ്ങളുടെ കെമിസ്ട്രിയുടെ ക്ലാസ് മുറിയിൽ വെച്ച് ഖുർആൻ വായിക്കുന്ന ഒരു സാധ്യത, നിങ്ങളുടെ ഫിസിക്സിൻ്റെ ക്ലാസ് മുറിയിൽ വെച്ച് ഖുർആൻ വായിക്കുന്ന ഒരു സാധ്യത, നിങ്ങളുടെ ജീവശാസ്ത്രത്തിൻ്റെ ക്ലാസ് മുറിയിൽ വെച്ച് ഖുർആൻ വായിക്കുന്ന ഒരു സാധ്യതയിലേക്ക് MSF നിങ്ങളെ കൊണ്ടുപോകുന്നു. ആ സാധ്യതയുടെ ആത്മീയതയുടെ രസമാണ് എൻ്റെ പ്രിയപ്പെട്ട MSFൻ്റെ പ്രവർത്തകരെ ഈ ഡിജിറ്റൽ ഇമ്മിഗ്രൻസിൻ്റെ കാലത്ത് നമ്മൾ കൊണ്ട് നടക്കേണ്ടത്. ഈ ഡിജിറ്റൽ യുഗത്തിൽ എന്താ ഡിജിറ്റൽ ഇമ്മിഗ്രൻസ് എന്ന് പറഞ്ഞാൽ? ഡിജിറ്റൽ നേറ്റീവ്സും ഡിജിറ്റൽ ഇമ്മിഗ്രൻസും. 2000-ന് ശേഷം ജനിച്ച ആളുകളൊക്കെ ഡിജിറ്റൽ നെറ്റീവ്സാണ്. ഡിജിറ്റൽ നെറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റാണ് അവരുടെ സ്വദേശം. നമ്മൾ കണ്ണൂർ സ്വദേശി, പയ്യന്നൂർ സ്വദേശി എന്നൊക്കെ പണ്ട് പറഞ്ഞതിന് പകരം ഞാനൊരു ഇൻസ്റ്റാഗ്രാം സ്വദേശിയാണ്, ഞാനൊരു എക്സ് സ്വദേശിയാണ്. ഡിജിറ്റൽ നെറ്റീവ്സ്. ഞങ്ങളെപ്പോലുള്ള ആളുകൾ, ഇവിടെ ഇരിക്കുന്ന യൂത്ത് ലീഗർ, മുസ്ലിം ലീഗരൊക്കെ ഞങ്ങൾ ഡിജിറ്റൽ ഇമിഗ്രൻസ് ആണ്. ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ടെക്നോളജിയിലേക്ക് കുടിയേറി വന്നവരാണ് ഞങ്ങൾ. നമ്മൾ കുടിയേറ്റക്കാരാണ്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ തന്ത വൈബ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങൾ ആ തന്ത വൈബിൻ്റെ ആളുകളാണ്. ബിക്കോസ് ഞങ്ങൾ ഇമിഗ്രൻസ് ആണ്, ഞങ്ങൾ കുടിയേറി വന്നവരാണ്. ഡിജിറ്റൽ ലിറ്ററസി, കമ്പ്യൂട്ടർ സാക്ഷരതയും ഡിജിറ്റൽ ടെക്നോളജിയുടെ ലിറ്ററസിയുമാണ് ഡിജിറ്റൽ ഡിവൈഡ് നടന്ന കാലമാണ്. അറിവുള്ളവനും അറിവില്ലാത്തവനും അവനെ വിഭജിച്ചത്. ഖുർആൻ പറഞ്ഞ പോലെ ഹൽ യസ്തവിയല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന ഹൗ ക്യാൻ ബി ട്രീറ്റഡ് ആസ് വൺ ഹു നോസ് ആൻഡ് വൺ ഹു ഡസന്റ് നോ. അറിവുള്ളവനെയും അറിവില്ലാത്തവനെയും സമമാവുക സാധ്യമാണോ എന്ന ഖുർആന്റെ ചോദ്യം, ആ ചോദ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നവനും ChatGPT ഉപയോഗിക്കുന്നവനും അത് ഉപയോഗിക്കാത്തവനും തമ്മിലുള്ള ഡിജിറ്റൽ ഡിവൈഡിലേക്ക് ലോകം എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഫോമോ എന്ന മാനസിക രോഗത്തിന് കുട്ടികൾ അടിമപ്പെടുന്നു. എന്താ ഫോമോ? ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. താൻ ഈ സമൂഹത്തിൻ്റെ ചിത്രത്തിൽ നിന്ന് പുറത്താകുമോ എന്ന ഭയം. വയലൻസിൻ്റെ ലോകത്തവൻ ജീവിക്കുന്നു. തെറിവിളികളുടെ ചന്തയിലാണ് നമ്മുടെ പുതിയ തലമുറ ജീവിക്കുന്നത്. MSFൻ്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന ചിത്രങ്ങളാണ്. ആ ലോകത്ത് MSFൻ്റെ കൊടി പിടിക്കാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ചോദ്യം, വൈറലാകാൻ എന്തു വഴി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് MSF എന്ന് പറയണം. വൈറലാകാൻ എന്താ വഴി? ലഹരിയാണ് വഴി. ലഹരി തന്നെയാണ് വഴി. ലഹരി എന്ന വാക്കൊരിക്കലും നെഗറ്റീവല്ല. പക്ഷേ എന്തിൻ്റെ ലഹരി? എന്തിൻ്റെ ലഹരി എന്നാണ്. ഒരു മനുഷ്യൻ നെഗറ്റീവ് ലഹരിയിലേക്ക് പോകുന്നത് എപ്പോഴാണ്? ഒരു പ്രശ്നം വരുമ്പോൾ 2 മാർഗം വരും അവൻ്റെ മുന്നിൽ. ഒന്ന്, ആ പ്രശ്നത്തോട് പടപൊരുതുക, ആ പ്രശ്നം ഉണ്ടായ ഉത്ഭവ കേന്ദ്രത്തിൽ ചെന്ന് കലഹിക്കുക, ആ പ്രശ്നം ഉയർത്തുന്നവരോട് പ്രതിരോധം ഏർപ്പെടുത്തുക. അതൊരു വഴിയാണ്. വേറൊരു വഴി ആ പ്രശ്നത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ആ പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കലാണ്. ഒന്നാമത്തെ വഴിയിൽ നിങ്ങൾ MSFൻ്റെ ബാനർ കാണിച്ചു കൊടുക്കുക. ഈ പോരാട്ടത്തിന്, ഈ പ്രതിരോധത്തിന്, ഈ കലഹിക്കലിന് MSF ഉണ്ടാകണമെന്ന് നിങ്ങളുടെ ക്യാമ്പസിലെ സഹപ്രവർത്തകരോട് പറയാൻ സാധിക്കണം. അപ്പോൾ അവരോട് പറയേണ്ടത് ലഹരിയാണ് വഴി. ജീവിതം വൈറലാകാനുള്ള വഴി ലഹരിയാണ്. ഏതു ലഹരി? ജീവിതം തന്നെ ലഹരിയാണ് എന്നെൻ്റെ പ്രിയപ്പെട്ട MSFൻ്റെ പ്രവർത്തകർ സഹപ്രവർത്തകരോട് പറയാൻ സാധിക്കണം. ആ അർത്ഥത്തിൽ ജീവിതത്തെയും വിദ്യാഭ്യാസത്തെയും ഒക്കെ പുനർനിർണയിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് MSFൻ്റെ പ്രതിനിധി സമ്മേളനം. എൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഇതൊന്നും ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക. ദിസ് ഈസ് നോട്ട് എ ലെക്ചറിങ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോവുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനപരമായി തന്നെ പ്രശ്നമുണ്ട്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യത്തെ വേർഷൻ എന്ന് പറയുന്നത് ഗുരുകുല വിദ്യാഭ്യാസമാണ്. എന്താണ് ഗുരുകുല വിദ്യാഭ്യാസം? മനുഷ്യനെ ജാതികളായി വേർതിരിച്ച് മേൽജാതികൾക്ക് മാത്രം അറിവ് നേടാൻ അവകാശമുള്ളൂ എന്ന് പറഞ്ഞ ഗുരുകുല വിദ്യാഭ്യാസം. ആ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ഓടിളക്കി ഒരുത്തനകത്ത് കയറി താഴ്ന്ന ശ്രേണിയിൽ. അയാളുടെ പേര് ഏകലവ്യൻ എന്നാണ്. ഏകലവ്യൻ അസ്ത്രവിദ്യ പഠിച്ചു. അന്നത്തെ ആർട്ടിഫിഷ്യൽ AI എന്ന് പറയുന്നത് അസ്ത്രവിദ്യയാണ്. അസ്ത്രവിദ്യ പഠിച്ചു. സനദ്ദാന സമ്മേളനം നടക്കുന്നു. എന്താ സനദ്ദാന സമ്മേളനം? കോൺവെക്കേഷൻ സെറിമണിയാണ്. കോൺവെക്കേഷൻ സെറിമണിയിൽ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ ഏകലവ്യനോട് പറഞ്ഞു, സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ, ഡിഗ്രി സർട്ടിഫിക്കറ്റ് നീ ചലാൻ അടക്കണമെങ്കിൽ, ഇന്നത്തെ യൂണിവേഴ്സിറ്റി ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അതിനു വേണ്ടി ചലാൻ അടക്കണമെങ്കിൽ ഗുരുവിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? നിന്റെ പെരുവിൽ മുറിച്ച് ഭേദിച്ച് ദക്ഷിണയായി തരണം. അന്നത്തെ ദക്ഷിണ ഇന്നത്തെ ചലാനാണ്. പാവം ഏകലവ്യൻ
അവൻ താഴ്ന്ന ജാതിക്കാരനാണ്. അവൻ ചെയ്ത പാപത്തിന് അവൻ്റെ പെരുവിരൽ മുറിച്ചിട്ട് ദക്ഷിണയായി കൊടുത്തു. MSF പുതിയ കാലത്തെ അറിവിൻ്റെ ബ്രാഹ്മണ്യത്തോട് നമ്മൾ കലഹിച്ചു പറയുന്നത് ഒറ്റ വാക്കാണ്. ഇന്ത്യയുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ MSF എഴുതി വെക്കുന്നത്, ധീരതയോടെ എഴുതി വെക്കുന്നത് ഒറ്റ വാക്കാണ്. എന്താണ് ആ വാക്ക്? ആധുനിക ഇന്ത്യയിലെ ബ്രാഹ്മണ്യത്തിൻ്റെ പ്രേതം വഹിക്കുന്ന ബ്രാഹ്മിൻ ബോയ്സ് അറ്റൻഷൻ പ്ലീസ്, ബ്രാഹ്മിൻ ബോയ്സ് അറ്റൻഷൻ പ്ലീസ്. ഈ രാജ്യത്തിൻ്റെ സവർണ രാജകുമാരന്മാരെ, MSF നിങ്ങളോട് പറയുന്നു, വളരെ ലളിതമായി പറയുന്നു, ഏകലവ്യന്മാരാകാൻ ഞങ്ങൾക്കും മനസ്സില്ല എന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നു. ഞങ്ങളുടെ പെരുവിരൽ മുറിച്ചു തന്ന് നിങ്ങളുടെ മുന്നിൽ സാഷ്ടാംഗം നമിക്കണമെന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, ഏകലവ്യനാകാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് നമ്മൾ പറയുന്നു. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ അറ്റൻഷനുള്ള ലാസ്റ്റ് ഗേൾ എന്ന് പറയുന്നത് ജുമാന എന്ന പെൺകുട്ടിയാണ്. ആരാ ജുമാന? പൈലറ്റ് ലൈസൻസ് ഉള്ള പൊന്നുമോളാണ്. പാപ്പ ഉസ്താദ് ഉമ്മ നിക്കാബിട്ട ആൾ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് അവളെ വിമാനത്തിൻ്റെ കോക്പിറ്റിലേക്ക് പറഞ്ഞയക്കുന്നു. ആ പെൺകുട്ടി പത്രക്കാരൻ്റെ മുന്നിൽ വാചാലമാകുന്നു. ഞാൻ ഇന്ന് രാവിലെ വരുമ്പോൾ വെറുതെ കുറച്ച് ഇംഗ്ലീഷ് ജേർണൽസൊക്കെ നോക്കിയപ്പോൾ എയർ കറൻറ്റ് എന്ന് പറയുന്ന ഒരു ജേർണൽ ഞാൻ നോക്കി. എയർ കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് വിമാന സംബന്ധിയായ വാർത്തകൾ കൊടുക്കുന്ന എക്സ്ക്ലൂസീവ് ജേർണലാണ് എയർ കറൻറ്റ്. അതിനകത്ത് VDR ഉണ്ട്, അതിനകത്ത് CDR രേഖകളുണ്ട്. എന്താ VDR? വിമാനം തകരുന്നതിൻ്റെ, അഹമ്മദാബാദിലെ വിമാനം തകരുന്നതിൻ്റെ തൊട്ടു മുന്നിലുള്ള വോയിസ് ഡാറ്റ റെക്കോർഡറാണ്. CDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്പിറ്റ് ഡാറ്റ റെക്കോർഡറാണ്. ഈ രണ്ട് റെക്കോർഡുകളെയും വെച്ചുകൊണ്ട് അഹമ്മദാബാദ് വിമാന ദുരന്തം അനലൈസ് ചെയ്യുന്ന വാർത്ത വായിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് ഇന്ന് TV ചാനലുകളിലൊക്കെ എലൈറ്റ് ക്ലാസ് കുടുംബങ്ങൾ ചെയ്യുമ്പോൾ മലപ്പുറം ജില്ലയിൽ ആർക്കാണ് VDR അറിയുക, ആർക്കാണ് CDR അറിയുക എന്ന് ചോദിച്ചാൽ, മലപ്പുറത്തെ കുട്ടികളിലെ ക്വിസ് കോമ്പറ്റീഷനിൽ കുട്ടികളെ പഠിപ്പിച്ച ഒരു ചോദ്യമായിരുന്നു വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിൻ്റെ കളർ എന്താണ് എന്നുള്ളത്. ഇന്ന് മലപ്പുറത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ മലപ്പുറത്തെ പർദ്ദയിട്ട തൊപ്പിയിട്ട ഉസ്താദിൻ്റെ ഉമ്മയുടെ പെൺകുട്ടി തൻ്റെ കയ്യിലുള്ള ബ്ലാക്ക് ബോക്സ് ഉയർത്തി കാണിച്ച് വർത്തമാനം പറയുന്ന തലത്തിലേക്ക് ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയ ആശയത്തിൻ്റെ പേരാണ് MSF എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അവിടെ നിന്നിട്ടാണ് തുടങ്ങിയത്. ഓത്തുപള്ളിയിൽ നിന്നാണ് തുടങ്ങിയത്. ഞാൻ വരുന്ന എൻ്റെ ഗ്രാമത്തിലെ സ്കൂള് ഓത്തുപള്ളിയാണ്. 100 കൊല്ലം മുന്നേ ഓത്തുപള്ളിയിൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ എവിടെ എത്തി നിൽക്കുകയാണ്? നമ്മൾ സർവകലാശാലയിൽ എത്തി നിൽക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സമരത്തിന് പോയപ്പോൾ ഷെരീഫത്താൻ അറിയോ? സാജു ഷെരീഫത്ത അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്, തേഞ്ഞിപ്പലം പഞ്ചായത്ത് മെമ്പറാണ്. ഇപ്പം ഞാനൊരു ധർണ ഉദ്ഘാടനം ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നോട് ഷെരീഫത്ത ചോദിച്ചു, ബാബുവിന് എൻ്റെ മോന് യൂണിവേഴ്സിറ്റിയിലുണ്ട് എന്ന് അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ യൂണിവേഴ്സിറ്റി, അപ്പം ഞാൻ ഷെരീഫത്താൻ്റെ ഒരു വാർഡ് മെമ്പറുടെ മോനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഒരു ക്ലർക്കായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിൻ്റെ സവർണ ബോധാന്ന് വിചാരിച്ചോളി. ഞാൻ മെല്ലെ ചോദിച്ചു, ഷെരീഫത്ത എന്താണ് നിങ്ങളെ മോന് എന്ന് ചോദിച്ചു. എൻ്റെ മകൻ ഇവിടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. നിങ്ങളോ? ഞാൻ ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന ആളാണ്. ഒന്ന് നോക്കിയേ, മലപ്പുറത്തെ ഷെരീഫത്ത എന്ന് പറയുന്ന ഒരു മലപ്പുറത്തെ ഉമ്മ യൂണിവേഴ്സിറ്റിൻ്റെ മുറ്റത്ത് നിന്നിട്ട് പറയാണ്, ആ പഞ്ചായത്ത് ഭരിക്കുന്നത് ഞാനാണ്, ഈ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഭരിക്കുന്നത് എൻ്റെ മോനാണ്. ദിസ് ഈസ് വാട്ട് ദ റെവല്യൂഷൻ ഡൺ ബൈ MSF ആൻഡ് IUML. പഞ്ചായത്ത് ഭരിക്കാനും സർവകലാശാല ഭരിക്കാനും സമൂഹത്തെ പ്രാപ്തമാക്കിയ കരിക്കുലത്തിൻ്റെ പേരാണ് MSF എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങളുടെ ഭാവനയെ, നിങ്ങളുടെ ചിന്തയെ, നിങ്ങളുടെ ആലോചനയെ രൂപപ്പെടുത്താൻ എൻ്റെ പ്രിയപ്പെട്ട MSFൻ്റെ പ്രവർത്തകന്മാരെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഓരോ കുട്ടിയും ഇവിടെ പഠിക്കുന്ന, ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ തൻ്റെ ക്യാമ്പസുകളിലെ സഹപ്രവർത്തകരായ ആളുകൾക്ക് നമ്മൾ ആശ്രയിക്കാൻ പറ്റുന്ന അർത്ഥത്തിൽ ലീഡർഷിപ്പ് ഉള്ളവരായി നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെ ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി കൊടുക്കുന്ന ആളാണ്. ആ സെക്യൂരിറ്റി കൊടുക്കുന്ന ആളായി ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ നമ്മൾ പറയാറുണ്ട്, തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി. കാസർകോട്ടെ ക്യാമ്പസിൽ നിൽക്കുമ്പോൾ നെതന്യാഹുവിനെ നിങ്ങൾ ചർച്ച ചെയ്യണം, ഇസ്രായേലിനെ ചർച്ച ചെയ്യണം, പലസ്തീനിനെ ചർച്ച ചെയ്യണം, ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ ക്യാമ്പസിലെ പ്രിയപ്പെട്ട നിങ്ങളുടെ അനുജ സഹോദരന്മാർക്ക്, ഒരു MSFൻ്റെ പ്രവർത്തകൻ കോറിഡോറിലൂടെ നടന്നു വരുമ്പോൾ നിങ്ങളുടെ
നിങ്ങളെ ആ ക്യാമ്പസിലെ ഒരു അനുജനായി സ്വീകരിക്കുന്ന മാനസികാവസ്ഥ ആ ക്യാമ്പസിനുണ്ടാകണം. ഇപ്പോഴീ അനുജൻ്റെ ചുമലിൽ പിടിക്കൂ, ഈ പാപശിലയിൽ അമർത്തിച്ച വിട്ടു, കരളിൻ കലക്കങ്ങൾ തെളിയുന്ന പുണ്യം, ജ്വരമാണ്ടൊരുടലിന് ശാന്തി ചൈതന്യം. രാമരഘുരാമ നാം ഇനിയും നടക്കാം, രാവിന് മുൻപേ കനൽ കാടു താണ്ടാം. നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. എൻ്റെ പ്രിയപ്പെട്ട MSFൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ നന്മകളും. ഭാവി കാസർഗോഡിൻ്റെ ഭൂപടത്തെ രൂപപ്പെടുത്താൻ മുന്നിൽ നിന്ന് നിങ്ങൾ നയിക്കണം. കാസർഗോഡ് എന്ന ജില്ലയുടെ പേര് കേരളത്തിൻ്റെ തലക്കെട്ടുകളിൽ നിറയേണ്ടത് വയസ്സാവുന്നതിൻ്റെ മുന്നേ തന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് പാസ്പോർട്ട് തരപ്പെടുത്തുന്ന കാസർഗോഡ് എംബസി എന്ന കളിപ്പേരിലും പരിഹാസപ്പേരിലുമല്ല കാസർഗോഡ് ഇനി അറിയേണ്ടത്. ഇന്ത്യൻ ബ്യൂറോക്രസിയിലേക്കും ഇന്ത്യൻ ടെക്നോക്രസിയിലേക്കും ശാസ്ത്രജ്ഞരെ, പ്രതിഭകളെ സംഭാവന ചെയ്യുന്ന കേരളത്തിൻ്റെ തിങ്ക് ടാങ്ക് രൂപപ്പെടുത്തുന്ന ജില്ലയായി കാസർഗോട്ടിനെ മാറ്റാൻ മുന്നിൽ എൻ്റെ പ്രിയപ്പെട്ട MSFുകാരെ നിങ്ങൾ നടക്കണം. ആകാശം അതിരല്ല എന്ന് വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജയ് MSF, ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.